അഖില, യെസ്, ചിങ്ങം പിറന്നു, ഓണം ഇങ്ങ് എത്താറായി. എങ്ങനെയാണ് ഓണത്തിന്റെ സെലിബ്രേഷൻ ഒക്കെ പ്ലാൻ ചെയ്തത്? ഒരു സെലിബ്രേഷനും ഇല്ല, സാധാ ഒരു ദിവസം പോലെ തന്നെ ഓണവും വന്നു പോകും, അത്രേ ഉള്ളൂ. അത് ശരിയല്ല, മലയാളിയുടെ ദേശീയ ഉത്സവമാണ്. ഓ, ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. എങ്ങനെയൊക്കെ ഒന്ന് ഓണം, അല്ല, ഈ ഓണത്തിനെ ചെലവാ മൊത്തം. അത് ചെലവല്ല, സാധാരണഗതിയിൽ ഞാനാണ് ഈ പറയുന്നതെങ്കിൽ നിന്നെക്കാട്ട് കുറച്ച് പ്രായ കൂടുതലുള്ള ഞാൻ ഈ കാലത്തൊന്നുമല്ല ഓണം, പഴയ ഓണാന്നൊക്കെ പറയാം. നിങ്ങൾ ഈ ചെറിയ ഞങ്ങളാണ് ഇപ്പൊ അങ്ങനെ ചിന്തിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാ ഓരോ കാര്യങ്ങള്, കാര്യങ്ങള് എന്ത് തിരക്കാണെങ്കിലും ഓണം ആഘോഷിക്കണം. പക്ഷെ നമുക്ക് ആ ഒരു സാഹചര്യം കിട്ടുന്നില്ല ആഘോഷിക്കാനായിട്ട്. എന്നാലും എങ്ങനെയാണ് നോർമലി കഴിഞ്ഞ വർഷത്തെ ഓണം ഒക്കെ എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ വീട്ടിൽ എങ്ങനെയാണ്? വീട്ടില് സാധാരണ എല്ലാ ഓണം പോലെ സദ്യ ഉണ്ടാക്കും, എല്ലാരും കൂടി ഇരുന്ന് കഴിക്കും, അതൊക്കെ പോലെ. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെ നടക്കുമെന്ന് അറിയത്തില്ല. നമുക്കിപ്പോ ജോലി ഉണ്ടെങ്കിൽ ജോലിക്ക് പോകണം, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങള്. ഓണത്തിനും ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്. ഞാനൊക്കെ ഈ മാധ്യമ പ്രവർത്തനം തുടങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു വിഷമായിരുന്നു. എല്ലാരും ഓണത്തിന് വീട്ടിലൊക്കെ പോകും അല്ലേ? അല്ല, എന്റെ അമ്മ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം, അപ്പൊ അമ്മക്കും ലീവോ അങ്ങനെ കാര്യങ്ങളോ അവർക്കും അറിയാൻ പറ്റും. ഞാന് എന്റെ 1-2 ഓണങ്ങളൊക്കെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ട ഒരു ഭയങ്കര സങ്കടകരമായ ഒരു അവസ്ഥ. സത്യം പറഞ്ഞാൽ നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. വീട്ടിലെല്ലാവരും തിരുവോണ സദ്യയൊക്കെ കഴിക്കുന്നത് ആ ഒരു സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇല്ലാതെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ സ്നേഹത്തോടെ ആളുകൾ വിളിച്ച് നമുക്ക് ഓണസദ്യ തന്നിട്ടുമുണ്ട്. പക്ഷെ എങ്ങനെയാ വന്നാലും ഓണം എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മകളുടെ ഒരു നൊസ്റ്റാൾജി അല്ലേ? അതെ, ഞങ്ങൾക്കൊക്കെ വായനശാലയിൽ പരിപാടിയൊക്കെ ഉണ്ട് ഓണ സമയത്ത്. ഈ ബിസ്ക്കറ്റ് കടി, ഇങ്ങനെ ബിസ്ക്കറ്റ് ഇങ്ങനെ തൂക്കിയിട്ടിട്ട് കസേര കളി, അതൊക്കെ ഇപ്പൊ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടായിരിക്കാം, പക്ഷെ അത്ര വലിയ പരിപാടിയായിട്ടൊന്നും കാണാൻ സാധ്യതയില്ല. അങ്ങനെ ആഘോഷിക്കുന്നവരുണ്ട് കേട്ടോ, പക്ഷെ ഞങ്ങളുടെ അവിടെയൊക്കെ ഇപ്പൊ അങ്ങനെ ആഘോഷങ്ങളോ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. പൂക്കള മത്സരം കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഓരോ ടീമായിട്ട്. അല്ല, നേരത്തെ എന്ന് പറഞ്ഞാൽ ഈ വായനശാലയിൽ അത്രയും ആളുകൾ ഒത്തുകൂടും. രാവിലെ തൊട്ട് ഉച്ച വരെ ഒരു ഫുഡ് കഴിക്കാൻ പോകുന്ന സമയം, നമ്മൾ സദ്യ കഴിക്കാൻ പോകുന്ന സമയം വരെ അവരവിടെ ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെ ആരും വരുവോ, അല്ലെ വീടുകളിൽ തന്നെ ഇരിക്കും, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ്. ആർക്കും ഒന്നിനും ഒരു സമയവും ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരും ഇപ്പൊ പറഞ്ഞ ഞാനും മൊബൈലില് സമയം ചെലവഴിക്കുക എന്നുള്ളത്. ഈ പൂ പറിക്കാൻ പോയ വല്ല അനുഭവം ഉണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെയൊക്കെ ലൈഫിൽ? ഞങ്ങള് പൂവൊക്കെ പറിക്കാൻ പോയിട്ടുണ്ട്, പൂക്കൾ ഇടാനൊക്കെ ആയിട്ട്. പിന്നെ ചുമ്മാ തമാശക്കാണെങ്കിൽ ഞങ്ങൾ കൂട്ടം കൂടിയിരുന്ന് പിള്ളേരെല്ലാരും കൂടിയിരുന്ന് പൂക്കളൊക്കെ ഇടും. ഈ നാട്ടുംപുറാണോ നിന്റെ വീട്? അതെ അതെ, നാട്ടിൻപുറത്തിന്റെ അതിന്റെ ഒരു സുഖങ്ങൾ ഉണ്ടാവും. എൻ്റെ ഒരു ഓണക്കാലം, കുട്ടിക്കാലത്ത് ഓണക്കാലത്തൊക്കെ ഇതൊക്കെയായിരുന്നു പരിപാടി. അന്നും ഈ പറഞ്ഞ പോലെ പൂ പൈസ കൊടുത്ത് മേടിക്കുന്ന പരിപാടി ഒന്നുമില്ല. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ പോലും, കുഗ്രാമത്തിൽ പോലും എന്താ പറയാ, ആളുകൾ പൈസ കൊടുത്ത് പൂ മേടിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി. ആദ്യം അങ്ങനെയല്ലായിരുന്നു. ഈ കുറെ മലകളും കുന്നുകളൊക്കെ ഉള്ളൊരു നാടായിരുന്നു. എല്ലാവരും കൂടെ പൂ, ആണും പെണ്ണും കുട്ടികളെ ആവേശത്തോടെ കയറി പലതരത്തിലുള്ള പൂക്കളും പറിച്ച് പൂ ഒരു കൊട്ട നിറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ഥലത്ത് വെച്ച് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നൊക്കെ പൂട്ടിരുന്ന കാലമൊക്കെ. ഇപ്പൊ പൂ എനിക്ക് തോന്നുന്നത് മറ്റേ റെഡിമെയ്ഡ് ഇതുണ്ട് തോന്നുന്നു. അതുവരെ എല്ലാരും ഭംഗി നോക്കി അല്ലെങ്കിൽ അത്രയും ഒരു ഭയങ്കര ഒരു സംഭവം ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് എല്ലാരും പൂ മേടിച്ച് മത്സരം. എങ്ങനെ ഓരോ വീട്ടിൽ ആദ്യം ചെന്ന് നോക്കും, അവരെക്കാളും നല്ല രീതിയിലായിരിക്കണം എന്നുള്ള രീതിയിൽ. ഇപ്പൊ എല്ലാം പോയി. ഈ 10 ദിവസം ഓരോ രീതിയിലായിരുന്നു പൂക്കളം ഇട്ടോണ്ടിരുന്നത്. ഇപ്പൊ 10 ദിവസം ഇടുന്നവരു ഉണ്ടോ? വളരെ ചുരുക്കം. അതായത് ചാണകം മെഴുകി തറയൊക്കെ അങ്ങനെയൊന്നും ചെയ്തവരില്ല. എനിക്ക് തോന്നുന്നു നിന്റെ എറണാകുളം ആ ഭാഗത്ത് ഈ എന്താ പറയാ, ഞാൻ എറണാകുളം അല്ല, കോട്ടയം. ഓക്കെ, അല്ല ആ സൈഡില് ആണ് തൃപ്പൂണിത്തുറ അല്ലേ? തൃപ്പൂണിത്തുറ ഏകദേശം അടുത്താണല്ലോ. തൃപ്പൂണിത്തുറയാണ് ഓണം ഉണ്ടായത് തൃപ്പൂണിത്തുറയിൽ നിന്നാണ് പറയുന്നത്. അത്തച്ചമയ ഘോഷയാത്ര തുടങ്ങുന്നത് തൃപ്പൂണിത്തുറയാണ്. ഓണത്തിന്റെ ഐതിഹ്യവും തൃപ്പൂണിത്തുറയും തമ്മിൽ വളരെ ബന്ധമുണ്ട്. തൃക്കാക്കരയപ്പൻ എന്ന് പറയുന്ന സങ്കല്പമുണ്ട്. അത് എൻ്റെ നാട്ടിലില്ല, പക്ഷെ എൻ്റെ അമ്മയുടെ നാട്ടിൽ ആ കോഴിക്കോട് കൊയിലാണ്ടി ഭാഗത്തൊക്കെ അവിടെയൊക്കെ ഓണത്തിന് പോയി കാണാം. ചാണകം മെഴുകി വലിയൊരു തറ ഉണ്ടാക്കിയിട്ട് അതിലാണ് പൂടുന്നത്. അതിലൊരു തൃക്കാക്കരയപ്പനൊക്കെ ഉണ്ടാക്കി വെക്കും. അങ്ങനെയൊക്കെ മണ്ണുകൊണ്ട്. നിങ്ങളെ നാട്ടിൽ അവിടെ? എൻ്റെ നാട്ടിൽ അവിടെ ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് തൃപ്പൂണിത്തുറയും വൈക്കവും തലയോലപ്പറമ്പും നല്ല വലിയ വ്യത്യാസമില്ല. അപ്പൊ അവിടെ നിന്നാണ് ഓണം തുടങ്ങിയത്. ഈ എല്ലാവരും ക്ലീഷേ ഡയലോഗാണെന്ന് പറയും, ഓണം പഴയ പോലെയൊന്നുമല്ല. ഇപ്പൊ ഞാൻ എൻ്റെ തലയ്ക്ക് മേലെയുള്ള ചിലപ്പോൾ എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ അതിൽ മുതിർന്ന ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഓണം പഴയ പോലെയൊന്നുമല്ല. ഇത് ഞങ്ങൾ പൂ പറിക്കാൻ പോകുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നു അല്ലേ,
ഇനി നാളെ അഖില കഴിഞ്ഞിട്ട് അടുത്ത തലമുറ വരുമ്പോഴും ഇതേ രീതിയിൽ തന്നെയാണ് പറയുന്നത്. എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് പണ്ട് കാലങ്ങളിൽ അവർക്കിപ്പോ സാധാരണക്കാർക്കാണേലും ഇത്ര കറിയൊന്നും ഉണ്ടാക്കാനൊന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കില്ല, കൂലിപ്പണിക്കാർക്കൊക്കെ ആണെങ്കിലും. പക്ഷെ ആ ഒരു ഇതുകൊണ്ട് തന്നെ അവർ വലിയ രീതിയിൽ ആഘോഷം, അവർക്കൊരു സന്തോഷമായിരിക്കും. പക്ഷെ ഇപ്പോ എല്ലാം ഉണ്ടേലും നമുക്ക് ചിലപ്പോ ആ ഒരു എല്ലാ ദിവസവും ഓണമായി മാറി. അതെ, എനിക്ക് എന്നും സാധാരണ കഴിഞ്ഞു പോണ പോലെ ഒരു ദിവസം അത്ര എനിക്ക് തോന്നുള്ളൂ. എനിക്കുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ പിന്നെ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്ക് ഓണാഘോഷ പരിപാടിയുണ്ട്, പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പോകാം, പൂക്കള മത്സരമൊക്കെ ഉണ്ട്. എൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ അനിയത്തി, ചേച്ചി, അവരുടെ മക്കൾ, അങ്ങനെയുള്ള ചേട്ടന്റെ മക്കൾ എല്ലാവരും കൂടെ ഒത്തുകൂടാൻ പറ്റുന്ന കുറച്ച് ദിവസമാണ്. ഒരു 2-3 ദിവസം അവരെല്ലാരും കൂടെ വരും, അവരെ കാണാം. നമ്മൾക്ക് ജോലിയായിട്ട് നാട് വിട്ട് നിൽക്കുന്നതാണല്ലോ. അപ്പൊ അതൊരു ആഘോഷം തന്നെയാണ്. ചിലപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഓണം എന്നുള്ള സങ്കല്പമൊക്കെ ഉണ്ടായത്, എല്ലാവരും കൂടി ചേർന്ന് സന്തോഷിക്കാൻ വേണ്ടി. അതെങ്കിലും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഈ വർഷത്തെ ഓണവും അങ്ങനെ കഴിഞ്ഞു പോവും. അതെ.